ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇന്ന് രാവിലെ എണീച്ചിട്ട് കുഞ്ഞുങ്ങൾക്കൊന്നും സ്കൂളില്ലേ, അതുകൊണ്ട് മെല്ലെ എല്ലാ പണിയും എടുക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് വൈകിട്ടാണ് എണീച്ചത്. ഇനിയിപ്പോൾ കുളിച്ചിട്ട് ഇനി വിളക്കെല്ലാം കത്തിച്ചിട്ട് ആ ഒരു പരിപാടിയെല്ലാം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു സമയമാവും. ആരും എണീച്ചിട്ടാണ്, അച്ഛനും മക്കളെല്ലാം എണീക്കണം അത്രേ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വിളക്കും കിണ്ടിയെല്ലാം ഒന്ന് കഴുകാനുണ്ട്, കുറച്ച് ദിവസമായി കഴുകിയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് തന്നെ വിളക്ക് കത്തിക്കാണ്. ഉപ്പും പുളിയെല്ലാം ഇട്ടിട്ടാണ് വിളക്ക് തേച്ച് കഴുകുന്നത്. വിളക്കും കിണ്ടിയെല്ലാം അങ്ങനെയാണ് കഴുകലേ. ഇപ്പോൾ ഞാൻ കഴുകിയിട്ട് കിണ്ടിയിൽ വെള്ളം നിറച്ചിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറ്റിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. പടിഞ്ഞാറ്റിയും അടിച്ച് തുടച്ച് വൃത്തിയാക്കി. ഇവിടെ ചന്ദനത്തിരിൻ്റെ പൊടിയും അതെല്ലാം ഉണ്ടായിരുന്നു. അത് എടുക്കലുണ്ട്, ദിവസം എടുക്കുന്നതാണ്. പക്ഷേ വൈകുന്നേരം കത്തിച്ചതിൻ്റെ പൊടിയെല്ലാം രാവിലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പൊടിയും അതെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് ഞാനിപ്പം വിളക്ക് കത്തിച്ചു. എൻ്റെ സുഖത്തിലും സന്തോഷത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെക്കുറിച്ചിട്ടും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് എന്തിനും എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതെൻ്റെ മുഖത്തും കാണും എൻ്റെ ആ ഒരു സന്തോഷം. അതിനുശേഷം ഭക്തിയാനം വെച്ചിട്ട് വെറുതെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് പിന്നെ കുറച്ച് സമയം പുറത്ത് ഇരുന്ന് അങ്ങനെ ഇരുന്ന ശേഷം ഞാൻ എൻ്റെ അടുക്കളപ്പണിയിലേക്ക് കിടക്കുന്നു. അതും തിരക്കിൽ എടുക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ എല്ലാവരും ലീവല്ലേ. ഇനി നേരെ അടുക്കളയിലേക്ക്. ആദ്യം നമുക്ക് ചായക്കുള്ള വെള്ളം വെക്കാം. ഇപ്പോൾ എൻ്റെ കുഞ്ഞുമ്മ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തേക്ക്. ഇതിപ്പോൾ മുട്ട പുഴുങ്ങാൻ വെക്കുന്നതാണ്, മുട്ടയും പഴവും. അപ്പോഴാണ് അവൻ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് മുട്ട എന്ന് പറഞ്ഞിട്ട്. ചായക്കുന്ന ദോശയും ചമ്മന്തി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. തേങ്ങ ഞാനിങ്ങനെ എടുക്കലിട്ട് ചമ്മന്തിക്ക എന്തിനാണെങ്കിലും ഞാൻ ചിരകാൻ നിൽക്കല്ല. ചിരകുന്നതിനാട്ടി എനിക്ക് എളുപ്പതാണ്. ഇങ്ങനെ പുളിയിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ തേങ്ങ ചിരകിയതുപോലെ. കുഞ്ഞുമോൻ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ കഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം വായിലിട്ട് എടുത്തു. ഇപ്പോൾ ചായ വെള്ളം തളിച്ച് ഇനി അതിലേക്ക് പൊടിയും പഞ്ചസാര ഇടണം. എല്ലാം ഇപ്പം ഇങ്ങനെ ചോദിക്കണം, നല്ല ഇപ്പോൾ വേണം അല്ലേ? ഇത് ദോശക്കാണ് കേട്ടോ. ദോശയും ചമ്മന്തിയാണ്. വേഗം നമുക്ക് അരച്ചിട്ടെടുക്കാമല്ലോ. ദോശക്ക് അരച്ചിട്ടാ ദേഷ്യം പിടിച്ച ചീത്ത പറഞ്ഞു കുഞ്ഞില്ലോണ്ട് സമയം പോകുന്നത് അറിയില്ല കേട്ടോ. അങ്ങനെ എന്തെല്ലാം കളിക്കും, ഇങ്ങനെ ഇപ്പോൾ എടുക്കാനും അങ്ങനെ എല്ലാം കളിച്ചുകൊണ്ട് നിൽക്കുന്നു. എനിക്ക് ദോശ ഇടാം. ഇപ്പോൾ ദോശ ചുട്ടോ നിൽക്കുന്നുണ്ട്. ദോശ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കട്ടൻ ചായ കുടിക്കുന്നുണ്ട് ഒരു ഗ്ലാസ്. പിന്നെ ഞാൻ ചമ്മന്തി ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ചമ്മന്തിയിലേക്ക് കടുവറുത്തിടാം. എൻ്റെ സ്പൂൺ അടിയിലായിട്ടുണ്ട്. കറിവേപ്പില വെച്ചില്ല, കളിക്കാൻ പറ്റിയില്ല. ഞാൻ വേഗം പോയിട്ട് കരിവേപ്പില പറിച്ചിട്ട് വന്നു. ദോശയും ചമ്മന്തി ആയിട്ടുണ്ട്. മുടി അയച്ചിട്ട് മുടി തോർത്തയക്കാം. നന്നായിട്ട് മുടി ഉണങ്ങിയിട്ടുണ്ട്. ഇനി മുടി ചെയ്തിട്ട് മുടിയെല്ലാം ചീകി കെട്ടിയിട്ട് ബാക്കി പണിയിലേക്ക് കിടക്കാം. ദോശയിലായിട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ചോറിന് വെള്ളം വെക്കാം. ചോറിന് വെള്ളം വെച്ചിട്ട് നേരെ അലക്കാൻ പോകാം. അച്ഛനും മക്കളൊന്നും എണീച്ചിട്ടാകാം, ഉറങ്ങുന്ന തന്നെയുണ്ട് അത്ര. അലക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ തിരുമ്പുന്നതാണ്. അലക്കിയിട്ട് ആറിയിട്ടിട്ട് ബാക്കി ഉണങ്ങിയ തുണി എടുത്തിട്ട് വരുന്നു. നല്ല മഴയും ഉണങ്ങിയത് എടുത്തിട്ട് വന്നു. മീഷോയിൽ ഞാൻ ഒരു സാധനം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ വന്നു. അവരെ വിളിച്ചിട്ടേ ഞാൻ പോയിട്ട് അത് വാങ്ങിയിട്ട് വന്നതാണ്. സാധനം നമുക്ക് തുറന്നു നോക്കാം.
കണ്ടാ ഇല്ല ഇത് മൂന്നെണ്ണം ഒരുമിച്ച് വരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് ഇട്ടോ, അടുക്കളയിലിട്ടിട്ട് എന്നെ നമ്മൾ എല്ലാവരും കൂടി ചായ കുടിക്കുന്നത്. പോകുന്നതാണ്. അമ്മക്ക് മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മ മല്ലിപ്പൊടി ഇടാൻ പോകുന്നതാണ്. ഞാനെൻ്റെ അടുത്ത പണി തുടങ്ങിയേ. പിള്ളേരെല്ലാം അവിടെ ടി വി നോക്കുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് അവരെല്ലാം ടി വി നോക്കുന്നുണ്ട്. പുറത്ത് കളിക്കാനൊന്നും പറ്റില്ല, നല്ല വഴുക്കലെല്ലാം ഉണ്ട്. പുറത്ത് കളിക്കാനില്ല, എല്ലാവരും എപ്പോഴും ടി വി നോക്കിയിരിക്കും. ഇതിൽ പുള്ളി തക്കാളിയെല്ലാം മുറിച്ചിട്ടുണ്ടെങ്കിൽ 2 പച്ചമുളക് തൊട്ട് അതിലും കൂട്ടിയാൽ നമ്മൾ കറി സെറ്റ്. അത് തിളക്കാൻ വെച്ചിട്ടുണ്ടേ. അതിലേക്ക് മീൻ ഇടുന്നുണ്ടേ. ചെമ്മീൻ ചേരുവാണ് കിട്ടിയത്. അപ്പോൾ ചെമ്മീൻ ആദ്യം ഇട്ടിട്ട് ചെമ്മീൻ വന്ന ശേഷം ചേരുവിടാം. ബാക്കിയില്ലേ മീനിടാം അതിലേക്ക്. ഇതാ കറിയായി കേട്ടാ. നമുക്ക് വറവിനെ സോയാബീൻ വറവാക്കാം. വെള്ളം തിളക്കുമ്പോഴത്തേക്ക് നമുക്കില്ലേ ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ചിട്ട് വെക്കാം. വെട്ടി ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് എണ്ണ വയ്ക്കുന്നുണ്ട്. പിന്നെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടിട്ട് വഴറ്റാം. പൊടിയെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ പൊടിയിട്ടിട്ട് വഴറ്റുന്നുണ്ട്. പിള്ളേരെല്ലാം ഇപ്പം അതാ ടി വി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പുറം ഇപ്പം അടുക്കളത്തെ പണിയെല്ലാം കഴിഞ്ഞതാ. നമുക്ക് 2-3 ദിവസത്തെ തുണിയുണ്ട് മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതെല്ലാം മടക്കി വെക്കാം. എല്ലാം മടക്കിയിട്ടായിട്ട് കേട്ടോ. അപ്പം അഞ്ചേട്ടൻ വന്നു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ രണ്ടാളും ചോറ് കഴിക്കുന്നതാണ്. പിള്ളേരെല്ലാം നേരത്തെ ചോറ് കഴിച്ചു. ഇപ്പം അപ്പുറത്ത് പോയിട്ടായില്ലേ. ചോറ് കഴിച്ചിട്ട് പാത്രമെല്ലാം കഴുകിയിട്ട് ബാക്കിയുള്ള തുണി ഞാൻ മടക്കി വെക്കുന്നത്. സമയത്ത് ഒന്ന് പീടിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ആ മുടിയെല്ലാം കെട്ടിയിട്ട് നിന്നെയാണ്. പിന്നെ അത് വേണ്ട വെച്ചു. പുറത്ത് നല്ല കാറ്റും മഴയുണ്ട് കേട്ടോ. മടക്കിയത് ഞാൻ അപ്പം തന്നെ ഷെൽഫിലേക്ക് മാറ്റി വെച്ചു. ചായക്കുള്ള പരിപാടി എന്താ? ചായക്ക് പിന്നെ ബ്രെഡ് നെയ്യിലിട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ ബ്രെഡ് നെയ്യിലിട്ടത്. ചായ ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് എല്ലാവർക്കും കൊടുക്കലേ. ചായ കുടിക്കാൻ പോവാ നമുക്ക്. ചായ കുടിക്കാം, വാ ചായ കുടിക്കാമല്ലോ. ഇപ്പോൾ പിള്ളേർക്കെല്ലാം ചായ കൊടുത്തിട്ട് അവർ ചായ കുടിക്കാനിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.